സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് വിശുദ്ധ വേദപുസ്തകത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നു. ഇയ്യോബ് 19:2. നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇയ്യോബ് തൻ്റെ 3 സ്നേഹിതന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം കേട്ടത്. ഈ ചോദ്യം ഇപ്രകാരം ചോദിക്കുവാനുള്ള പശ്ചാത്തലം, ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും ദോഷത്തെ വിട്ടകലുന്നവനുമായ ഒരു ഭക്തനായിരുന്നു. ദൈവഹിതപ്രകാരം ജീവിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യനെ പിശാച് ദൈവസന്നിധിയിൽ അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്, ഭക്തിയെ സംബന്ധിച്ച്, ആരാധന സംബന്ധിച്ച് കുറ്റപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ അവനെ കുറേ സമയത്തേക്ക് പരീക്ഷിക്കുവാൻ ദൈവം ഇയ്യോബിനെ പിശാചിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പിശാച് ആദ്യം അവൻ്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചു. പിന്നത്തേതിൽ അവൻ്റെ ദാസീദാസന്മാർ, അവൻ്റെ മക്കൾ, അവനുള്ള സകലവും നശിപ്പിച്ചു. അവസാനം അവൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗം പോലെയുള്ള മാരക വ്രണങ്ങളും കൊണ്ടിട്ട് അവനെ വേദനിപ്പിക്കുവാനിടയായി. ഇങ്ങനെ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനായി, ശരീരത്തിൻ്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടവനായി, ഭാര്യ ഒഴികെ എല്ലാം നഷ്ടപ്പെട്ടവനായി കഴിയുമ്പോൾ ആ ഭാര്യ പോലും അവനെ കുറ്റപ്പെടുത്തുന്ന സമയം അവനെ ആശ്വസിപ്പിക്കുവാനായി 3 സ്നേഹിതന്മാർ അവൻ്റെ അടുക്കൽ വരുവാനിടയായി. ഈ 3 സ്നേഹിതർ അവൻ്റെ അടുക്കൽ ഇരുന്ന് അവനെ വീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇയ്യോബിന് ഇങ്ങനെ സംഭവിച്ചത്? എല്ലാവരും മനസ്സിലാക്കുന്നത്, അവൻ ഭക്തനായി, നിഷ്കളങ്കനായി, ദോഷം വിട്ടകലുന്നവനായി, ദൈവഭക്തനായി നല്ലവണ്ണം ജീവിക്കുന്ന ഒരു ഭക്തനാണല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇയ്യോബിന് ഇങ്ങനെ സംഭവിച്ചു? ഈ നഷ്ടങ്ങളെല്ലാം വന്നു, എല്ലാം നഷ്ടപ്പെട്ടു, അവൻ്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൻ ഒരു ഓട്ട് കഷ്ണം കൊണ്ട് തൻ്റെ വ്രണങ്ങളിലെ പുഴുക്കൾ നുള്ളിപ്പെറുക്കുകയാണ്. ഈ സമയത്താണ് ഈ 3 സ്നേഹിതന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നത്. എന്നാൽ ഈ 3 സ്നേഹിതർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം വേദനിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റൊരു അധ്യായത്തിൽ ഇയ്യോബ് ഈ സ്നേഹിതന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ തന്നെ. നിങ്ങളെല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുവാനാണ് വന്നത്, പക്ഷേ നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുകയല്ല, പ്രത്യുത വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ട ഇയ്യോബ് 19:2 ഇയ്യോബ് ഈ 3 സ്നേഹിതന്മാരോടായി ചോദിക്കുകയാണ്: നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കും, മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം കാണേണ്ടത്, ഒരു മനുഷ്യൻ കഷ്ടതയിലാണ്, ഒരു മനുഷ്യൻ കണ്ണുനീരിലാണ്, വേദനയിലാണ്, എല്ലാം തകർന്ന അവസ്ഥയിലാണ്. ആ സമയം ആശ്വസിപ്പിക്കേണ്ടവർ അഥവാ ആശ്വസിപ്പിക്കുവാൻ ചെന്നവർ തന്നെ മുറിവേൽപ്പിക്കുന്ന, തകർക്കുന്ന, വേദനിപ്പിക്കുന്ന അനുഭവമാണ് നാം കാണുന്നത്. ഒരു മനുഷ്യൻ കഷ്ടതയിലായിരിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്,
ആ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം, ഒരു മനുഷ്യൻ കഷ്ടതയിലായിരിക്കുമ്പോൾ ആ മനുഷ്യനെ നമുക്ക് ഒരുപക്ഷെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ഇയ്യോബ് പറയുന്നത് പോലെ വ്യസനിപ്പിക്കാതിരിക്കാം, വാക്കുകളാൽ തകർക്കാതിരിക്കാം. ആമേൻ, ആമേൻ. യേശു